ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൻ, ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങുന്നത് എപ്പോഴാണ്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? കൃഷ്ണരാജ്, തീർച്ചയായും ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് അത് മനുഷ്യനെ കൊന്ന് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അതായത് മനുഷ്യനെ കൊല്ലുന്ന അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന കടുവ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ അർജുനും അതുപോലെ തന്നെ മറ്റുള്ളവരും ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്കറിയാവുന്നതാണ്, മനുഷ്യനെ കൊല്ലുന്ന സാഹചര്യം പലതുണ്ട്. അത് പല രീതികളിലാണ്. അതായത് കൊച്ചുകുട്ടികളുമായി ഉള്ള കടുവയുടെ ആവാസ സ്ഥാനത്ത് അല്ലെങ്കിൽ കടുവയുടെ ഏറ്റവും കുഞ്ഞു കുട്ടികളുള്ള സമയത്താണെങ്കിൽ അതിന്റെ ശൗര്യം സ്വാഭാവികമായും വർദ്ധിക്കും. അത് കടുവയും പുലിയുമായാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കടുവ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്ത് ആ മൃതദേഹം ഭക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും മൃതദേഹം ഭക്ഷിക്കുന്ന സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ മൃതദേഹം ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത് മാനീറ്റർ ആകുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ എളുപ്പത്തിൽ പിടികൂടാവുന്ന ഒരു ഇര, രുചികരമായ മാംസം, കടുവയെ സംബന്ധിച്ചിടത്തോളം രുചികരമായ മാംസം എന്നീ പ്രത്യേകതകളെല്ലാം തന്നെ മനുഷ്യന്റെ ശരീരത്തിനുണ്ട്. മാത്രമല്ല, കാര്യമായ പ്രതിരോധവും കടുവ മനുഷ്യനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. കാട്ടുപോത്തിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തരായ ജീവികളെയോ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന അത്ര ബുദ്ധിമുട്ട് ഒരു മനുഷ്യനെ പിടികൂടാനില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഒത്തുവരുമ്പോഴാണ് നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ദുർബലനും പ്രായമേറിയതുമായ കടുവകൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ മനുഷ്യനെ നേരെ ആക്രമണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വനവാസി സ്ത്രീയുടെ ശരീരത്തിന്റെ ബഹുഭൂരിപക്ഷവും കടുവ തിന്നിട്ടുണ്ട് എന്നാണ്. കടുവ തിന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ഇരയായി മനുഷ്യനെ ഭക്ഷിച്ചു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് അതീവ ഗുരുതരമായ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, അല്പമെങ്കിലും മനുഷ്യന്റെ രക്തം രുചിക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് പ്രൊവോക്കേറ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ വിശക്കുമ്പോഴാണ് അത്തരത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ അത് മനുഷ്യനെ തിന്നാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നാട്ടിലിറങ്ങി നടക്കുന്ന കാപ്പിത്തോട്ടത്തിലും അതുപോലെ തന്നെ മറ്റു ജനവാസ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, കാപ്പി പൊറിക്കുന്ന ഒരു സീസൺ കൂടിയാണ്, കാപ്പി വിളവെടുപ്പ് നടക്കുന്ന ഒരു സീസൺ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കാപ്പിത്തോട്ടങ്ങളിലെല്ലാം തന്നെ കാര്യമായി തൊഴിലാളികൾ എത്താനുള്ള സാധ്യത, വ്യാപകമായി തൊഴിലാളികളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരിടത്ത് സ്വാഭാവികമായും ഇത്തരത്തിൽ കടുവ ഉണ്ടാവുകയും ആ കടുവ മനുഷ്യനെ തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ തുടർ നടപടി DFOയുടെയും അതുപോലെ തന്നെ അനുബന്ധ ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനെ മനുഷ്യനെ തിന്നുന്ന കടുവയായി പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യനെ തിന്നുന്ന കടുവ എന്നാൽ മനുഷ്യവംശത്തിന് തന്നെ അല്ലെങ്കിൽ മനുഷ്യന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. സ്വാഭാവികമായും ഈ ജീവിയെ പല രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. പ്രധാനമായും അതിനെ വെടിവെക്കുക, മയക്കുവെടിവെക്കുക, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്ന നീക്കവും അതുപോലെ തന്നെ അതിനെ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന നീക്കവുമുണ്ട്. ഏറെ പ്രായം ചെന്ന കടുവയാണെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാണ്. അത്തരത്തിൽ പ്രായം ചെന്ന കടുവയാണ് എങ്കിൽ അതിനെ കൊന്നുകളയാനുള്ള സാഹചര്യം തന്നെയായിരിക്കും ആദ്യം ഉണ്ടാവുക. എന്നാൽ കുറെ കൂടി ചെറുപ്പമായ കടുവകളാണെങ്കിൽ അത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് അതിനെ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരിക എന്നതാണ് അടുത്തൊരു നടപടിയുള്ളത്. പക്ഷേ ഈ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ മനുഷ്യനെ തിന്നുന്ന സ്വഭാവമുള്ള ഒരു ജീവിയെ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ സംരക്ഷിക്കുന്നവർക്കെല്ലാം തന്നെ അതിന്റെ അടുത്ത് പോകേണ്ടി വരും, അതിനെ ചികിത്സിക്കുന്നവർക്ക് അടുത്ത് പോകേണ്ടി വരും. അവരുടെ ജീവനെല്ലാം തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കുമെന്നത് ഒരു പ്രായോഗിക പ്രശ്നം കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മനുഷ്യനെ തിന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മനുഷ്യനെ തിന്നതാണ് എന്ന് വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകളും അതുപോലെ തന്നെ വെറ്റനറി സർജന്മാരും എല്ലാം തന്നെ മൃതദേഹത്തിൽ ഉൾപ്പെടെ കണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മാനീറ്ററായി പ്രഖ്യാപിക്കപ്പെടുകയും മാനീറ്ററായി പ്രഖ്യാപിക്കപ്പെട്ട കടുവയെ മറ്റു മനുഷ്യജീവനുകൾ, വിലപ്പെട്ട മനുഷ്യജീവനുകളെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് നിലവിലെ നിയമപ്രകാരം നടപ്പാക്കാൻ സാധിക്കുന്ന രീതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുവയെ വെടിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ ഐസൻ, ഈ കാടിനുള്ളിൽ കയറി പിന്തുടർന്ന് വെടിവെക്കാനാവില്ലല്ലോ? തീർച്ചയായും കാടിനുള്ളിൽ കയറി പിന്തുടർന്ന് വെടിവെക്കുന്നത് വനസംരക്ഷണ നിയമത്തെ കർശനമായി തടയുന്ന അല്ലെങ്കിൽ കർശനമായി ലംഘിക്കുന്ന ഒരു നീക്കമാകും. അത്തരത്തിൽ കാടിനുള്ളിൽ കയറി പിന്തുടർന്ന് വെടിവെക്കുക എന്നത് ഒട്ടും പ്രായോഗികമായ നടപടിയല്ല. പക്ഷേ ഇത് വീണ്ടും നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനും അതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കി അടിസ്ഥാനപരമായ നീക്കങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതിനെ ആവശ്യമെങ്കിൽ അത് മറ്റൊരു മനുഷ്യജീവന് വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വെടിവെക്കുക എന്ന് തന്നെയാണ് സാധ്യമായ വഴി. പക്ഷേ ഇത് വരാം. ഇപ്പോൾ BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ഈ സമീപകാലത്ത് ഇങ്ങനെ തുടരെ വന്യജീവികളുടെ ആക്രമണം വയനാടിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, പ്രതിഷേധം ഉയരുന്നുണ്ട്. മന്ത്രിയടക്കം അവിടെ വന്ന് ഞങ്ങൾ പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് ആവർത്തിക്കുകയാണ്. എന്താണ് പ്രതികരണം?
ഞാൻ ഈ സ്പോട്ടിലാണ് ഉള്ളത്. ഇവിടെ ഒരു 3-3.5 മണിക്കൂറോളം ഈ നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ പ്രതിഷേധിച്ചതിന് ശേഷം ബോഡി പോലീസൊക്കെ ആയിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിസ്സഹായരായിട്ടുള്ള മനുഷ്യർക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. എല്ലാ സമയത്തും പ്രതിഷേധിക്കുക, പരമാവധി പ്രതികരിക്കുക, ഇതൊക്കെ ഈ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനോട് നിസ്സംഗത കാണിക്കുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന നിസ്സംഗത അതിവിടെ പ്രകടമാണ്. കാരണം അടിക്കാട് പോലും വെട്ടാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ പണി എന്താണ്? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? വന്യജീവികളെ മാത്രം സംരക്ഷിച്ചാൽ മാത്രം മതിയോ? ഈ നാട്ടിൽ ആ വനത്തോട് ചേർന്നാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ജീവൻ ആര് സംരക്ഷണം കൊടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ചോദ്യം. എല്ലാ പ്രാവശ്യവും മന്ത്രി ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ മന്ത്രി ഇവിടേക്ക് വരും. മന്ത്രി സർവകക്ഷി യോഗം. സർവകക്ഷി യോഗത്തിൽ പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട്, അത് ഉടനെ തന്നെ തയ്യാറാകും എന്ന് പറഞ്ഞ് എത്രയോ കാലമായി ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇനി മുന്നോട്ട് വരും. നോക്കൂ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. പകരം കൃഷിയൊക്കെ നശിപ്പിച്ച് അവർ തിരിച്ചു പോകുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ട് തുടർച്ചയായിട്ട് മനുഷ്യനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങൾ മാറിയിരിക്കുകയാണ്. എന്നിട്ടും വന്യമൃഗങ്ങളെയാണ് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെയാണ് ചെയ്യുക. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത്? അതായത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു, എന്നിട്ടും പ്രതിഷേധം എന്തുകൊണ്ടാണ്? കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് നിരന്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. ആളുകളെ ശമിപ്പിക്കാൻ വേണ്ടി വെടിവെക്കുമെന്ന് പറയുന്നു. ഇനി നോക്കിക്കോളൂ, വെടിവെക്കുന്നതിന്റെ സാങ്കേതികത്വം ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഓർഡർ കിട്ടിയിട്ടില്ല, ഇവിടെ നിന്ന് ഓർഡർ കിട്ടിയിട്ടില്ല, ഒരുപാട് നൂലാമാലകളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് പരമാവധി ഇതിനെ പിടിക്കാതിരിക്കാനും വെടിവെക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കും. എന്നിട്ടും പ്രതിഷേധം ശക്തമാവുന്ന രീതിയിലേക്ക് അങ്ങേയറ്റം കടുപ്പിച്ച പ്രതിഷേധങ്ങൾ വരുമ്പോൾ മാത്രമാണ് വെടിവെക്കാനുള്ള ഉത്തരവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ജനങ്ങളെ ശമിപ്പിക്കാനും മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ ശരിയാണ്. കടുവയെ പിടിക്കാൻ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി നോക്കിക്കോളൂ, ഇത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇവിടെ പരിഹാരം എങ്ങനെയാണ് സാധ്യമാവുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജില്ലാ അധ്യക്ഷനാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഈ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കില്ല. കേന്ദ്രത്തിലേക്ക് ഒരു നല്ല പ്രൊജക്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി ഒരു പ്രൊജക്ട് പോലും കൃത്യമായിട്ട് തയ്യാറാക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഈ വനം വകുപ്പിന്റെ കീഴിലുള്ളത്. പ്രൊജക്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന് നേരിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് തികഞ്ഞ നിസ്സംഗതയാണ് ഇതിനോട്. ഇവർക്ക് ഇതിന് താല്പര്യമില്ല. അതാണ് ഇതിന്റെ വസ്തുത. ശരി, അപ്പോൾ BJP മുൻകൈയെടുത്ത് ഒരു പദ്ധതി, ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ നൽകിയാൽ തീർച്ചയായിട്ടും BJPക്ക് പദ്ധതിയുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. ഇതെല്ലാം സർവകക്ഷി യോഗത്തിൽ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പദ്ധതി എന്താണ്? ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മതിലുകൾ കെട്ടണം, ചില സ്ഥലങ്ങളിൽ ഫെൻസിങ് മതിയാകും, ചില സ്ഥലത്ത് കിടങ്ങുകളാണ് ആവശ്യം വരിക. ഇതൊക്കെ ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരവും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് വസ്തുത. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. BJP വയനാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയലാണ് ഒപ്പം ചേർന്നത്. ഒരു പരിഹാരം സാധ്യമാണ്, പക്ഷേ അതിൽ കേന്ദ്ര ഇടപെടൽ, കേന്ദ്ര സഹായം കൂടി ഇല്ലാതെ അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കൃത്യമായ പദ്ധതി പലവട്ടം സർവകക്ഷി യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞു പോകുന്നതല്ലാതെ പരിഗണിക്കാൻ പോലും സർക്കാരോ അധികാരികളോ തയ്യാറാകുന്നില്ല എന്ന പരാതി കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും ഐസൻ ജോസിലേക്ക്. ഐസൻ, പറഞ്ഞു വന്നത് തുടരാം. തീർച്ചയായും കൃഷ്ണയെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കാട്ടിൽ കയറി വെടിവെക്കുന്നതിന് നേരത്തെ ഇപ്പോൾ പ്രശാന്ത് മലവയൽ സൂചിപ്പിച്ചതും അതുപോലുള്ളൊരു പ്രശ്നം തന്നെയാണ്. നിരവധി നൂലാമാലകൾ ഈ വിഷയത്തിലുണ്ട്. അതായത് ഇത് വന്യമൃഗമാണ്, മനുഷ്യനെ തിന്നുന്ന മൃഗമാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. വൈൽഡ് ലൈഫ് വാർഡിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടി ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള മജിസ്ട്രേറ്റിയൽ നടപടിയുടെ ഭാഗമായി മനുഷ്യജീവനെ വെല്ലുവിളി ഉണ്ടാകുന്ന ജീവിയെ നിയന്ത്രിക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായുള്ള നടപടികളും അനുമതികളുമാണ് ഉണ്ടാകേണ്ടത്. ഇതിനെ പല ഘട്ടത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.
മറ്റൊരു പ്രധാന വിഷയം, ഇപ്പോൾ ഒരു മനുഷ്യനെ പിടികൂടി തിന്നതിന് ശേഷം ആ ജീവി അല്ലെങ്കിൽ ആ വന്യജീവി കാട്ടിലേക്ക് കയറിപ്പോയെങ്കിൽ, അത് റിസർവ് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവിടേക്ക് മനുഷ്യൻ കടക്കാൻ പോലും പാടില്ലാത്ത മേഖലയിൽ വന്യജീവി മറയുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പല പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇതിന് വലിയ പദ്ധതികൾ ഇത് നിയന്ത്രിക്കുന്നതിന് തയ്യാറാക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാടുകൾ മുറിഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, വയനാടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, വിവിധ വനങ്ങൾക്കിടയിൽ, പ്രധാനപ്പെട്ട വനങ്ങൾക്കിടയിൽ അത് മഴക്കാടുകളുണ്ട്, അതുപോലെ തന്നെ പുൽമേടുകളുണ്ട്, മിതോഷ്ണ വനങ്ങളുണ്ട്. അത്തരത്തിലുള്ള പല രീതിയിലുള്ള വനങ്ങൾ, എല്ലാ തരത്തിലുള്ള വനങ്ങളും ഉള്ള ഉഷ്ണമേഖലാ വനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ്. ഇലവഴിയും കാടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് വയനാട്. പല തരത്തിലുള്ള കാടുകളുള്ള ഒരു സാഹചര്യമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പല രീതിയിലുള്ള ജീവികൾ ഉണ്ടാകും. ആ ജീവികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്ന ജീവികൾ ഉണ്ടാകും, അല്ലാതെ ഉണ്ടാകും. ആ ജീവികളുടെ എണ്ണം കൃത്യമായി നിലനിർത്തുക, അവ വൻതോതിൽ ആക്രമിക്കപ്പെടാതെ അല്ലെങ്കിൽ അതിന്റെ വരാതെ ഉണ്ടാക്കുന്ന, വംശനാശം സംഭവിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതെല്ലാം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രായോഗികമായ നടപടി. കടുവ വസിക്കേണ്ട ഇടത്ത് തന്നെ കടുവയെ നിലനിർത്തുകയും അതിനാവശ്യമായ ഇര, അത് മാനാകട്ടെ കാട്ടുപോത്താകട്ടെ, അങ്ങനെ ഏത് രീതിയിലുള്ള ജീവികളായാലും അവിടെ തന്നെ അതിന്റെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് പ്രധാനമായും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് കാടിനെ സംരക്ഷിക്കുക, കാടും നാടും വേർതിരിക്കുക എന്ന രീതിയിലുള്ള ആശയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്കുള്ള കൃത്യമായ പ്രൊജക്ടുകളാണ് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാര്യം, ഒരു വസ്തുതയാണ്, കടുവയില്ലാതെ കാടുകൾ നിലനിർത്തുക സാധ്യമല്ല. കടുവകൾ നാട്ടിലിറങ്ങുന്നത് സാധ്യമായ ഒരു കാര്യവുമല്ല. മനുഷ്യനെ തിന്നുന്നത് ഒട്ടും അംഗീകരിക്കാനാവുന്ന ഒരു വിഷയവുമല്ല. ഈ ഒരു വിഷയത്തിൽ കുറെ കൂടി സമഗ്രമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.